കണ്ണൂർ ജില്ലയിൽ ചൊവ്വ എന്ന ദേശമുണ്ട്. ആ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വ മഹാദേവ ക്ഷേത്രം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനടുത്തായി വസിക്കുന്നു മകൻ സാക്ഷാൽ ബാലഗണപതി. അതുപോലെ കനക മഹർഷിയുടെ ഒരു സ്ഥാനവും ശ്രീകോവിലിനടുത്തായി ഉണ്ട്. അതിനുശേഷം നമുക്ക് പുറത്തെ കാഴ്ചകൾ നമുക്ക് കണ്ട് സംസാരിച്ചു കൊണ്ടുവരാം. എന്താണ് ക്ഷേത്രം? ശരീരമാകുന്നു ക്ഷേത്രം. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് വിഗ്രഹം. നമ്മുടെ നട്ടലാണ് കൊടിമരം. ഒരു ക്ഷേത്ര സങ്കല്പം ചെയ്യുന്നതും അപ്രകാരം തന്നെയാണ്. നാം ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളും പാലിക്കേണ്ടതായി തന്നെ വരും. അത് പാലിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കുവാൻ സാധിക്കൂ. നാം ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിക്കേണ്ടതായി തന്നെയുണ്ട്. ഇത് അരയാൽ വൃക്ഷമാണ്. വൃക്ഷങ്ങളിൽ രാജാവ്. ഇവിടെയാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അരയാലിനെ പറ്റി നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അരയാൽ 7 തവണ പ്രദക്ഷിണം വെച്ചാൽ ശനി ഉള്ളവരാണെങ്കിൽ അത് അകന്നു പോകുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം. അരയാലിനെ പറ്റി അനേകം കഥകളുണ്ട്. അരയാൽ ചുവട്ടിൽ ഇരിക്കുന്ന ദക്ഷിണാമൂർത്തി സാക്ഷാൽ ഗുരുവാണ്. ഓരോ അവസരങ്ങളിലും നമുക്ക് ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ അറിയാം. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് സരസ്വതി മണ്ഡപമാണ്. ബാക്കിയുള്ള കഥകൾ ഇവിടെയുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത മൂർത്തിയുടെ സ്ഥാനം കാണാം. അരയാൽ ചുവട്ടിൽ അനേകം സന്യാസിമാരും യോഗീശ്വരന്മാരും തപസ് ചെയ്യാറുണ്ട്. പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴുമുണ്ട്. നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ അരയാൽ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കാവുന്നതാണ്. കാരണം നമ്മുടെ നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്ത് പോസിറ്റീവ് എനർജി നമുക്ക് ആ ചുവട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലഭിക്കുക തന്നെ ചെയ്യും. അരയാൽ ചുവട്ടിൽ നാം മറ്റുള്ള സമയങ്ങളിൽ ഇരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഊർജം അത് തിരികെ വലിച്ചെടുക്കും എന്നാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അരയാൽ നമുക്ക് ഊർജം തരും. മറ്റുള്ള സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ
അരയാൽ നമ്മുടെ ഊർജം തിരികെ വലിക്കുക തന്നെ ചെയ്യും. ഇവിടെയാണ് ബാലാഗണപതി സ്ഥാനം. ഇവിടെ ബാലാഗണപതിക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മൂർത്തി ശാസ്താവാണ്. ശനിക്കാലത്ത് ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ചാൽ ശനിയുടെ ശക്തി കുറയുക തന്നെ ചെയ്യും എന്നാണ് ആചാര്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റു കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ശാസ്താവാണ് വസിക്കുന്നത്. ഏത് കഷ്ടകാല സമയങ്ങളിലും ശാസ്താവ് മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും ആ സങ്കടം നിർവൃത്തി ഉണ്ടാവുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. ഇവിടെയാണ് അമ്മ കാളിയമ്മക്ക് സ്ഥാനം നൽകിയിരിക്കുന്നത്. വിളിച്ചാൽ വെളിപ്പുറത്തിരിക്കുന്ന കാളിയമ്മയാണ് ഇവിടെ വസിക്കുന്നത്. ഇവിടെയാണ് മഹാസുബ്രഹ്മണ്യസ്വാമി വസിക്കുന്ന സ്ഥാനം. നമ്മൾ ഏത് മൂർത്തിയുടെ മുന്നിൽ പോയാലും ആ മൂർത്തിയുടെ മൂലമന്ത്ര
അവിടുന്ന് ആ മൂർത്തിയിൽ നിന്ന് സൂപ്പർ പവർ നമ്മളിലേക്ക് വരികയും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ ആ മൂർത്തിയെ നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമ്മളെ ആ മൂർത്തിയെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വസിക്കുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അദ്ദേഹത്തെ നമുക്ക് വണങ്ങാം. ഇവിടെയാണ് സാക്ഷാൽ നാരായണ ഭഗവാൻ കുടിയിരിക്കുന്ന സ്ഥാനം. ഇവിടെയാണ് യോഗീശ്വര സ്ഥാനം നൽകിയിരിക്കുന്നത്. യോഗീശ്വരൻ്റെ മുൻവശത്തെ കൂടി വലിയൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിലെ കൂടി റോഡിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു കുളത്തിലേക്ക് പോകുവാനുള്ള മാർഗമുണ്ടായിരുന്നു. ഒരു വലിയൊരു ഗുഹ ഉണ്ടായിരുന്നെന്ന് ഇവിടുത്തെ ഭാരവാഹികൾ, പഴയ ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ക്ഷേത്രപാലകൻ എന്ന് പറയും. ക്ഷേത്രത്തിൻ്റെ കാവക്കാരനാണ്. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഫൽഗുൻ. ഫൽഗുൻ. എവിടെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. അതെ. നിങ്ങളോ? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ആ, എവിടെയാ? ഇവിടെ തളാപ്പ്, കണ്ണൂർ. കണ്ണൂർ. എവിടെയാ? തളാപ്പിൽ എവിടെ വരും? തളാപ്പിൽ ചെന്നൈ ബാലവൻ്റെ ആ ഭാഗത്തായിട്ട് വരും അല്ലേ? ശരിക്കും നമ്മൾ ഇവിടെ ഈ റിനോവേഷൻ കമ്പനി ഉണ്ടാക്കിയത് നമ്മളാണ്. ആ, നിങ്ങളാണ് അല്ലേ? ആ, കഴിഞ്ഞ 18 വർഷത്തോളം. അതെ. നിങ്ങൾ ഈ പിന്നെ ചൊവ്വാമ്പലത്തിലെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ളതാണോ? സെക്രട്ടറി കേശറാണ് അല്ലേ? ഓ, നമസ്തേ. അപ്പോൾ നമ്മൾ അഹോരാത്രം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കണ്ഠമഹർഷി പ്രാണപ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. അതെ അതെ. വിശ്വാസം. അതായത് മോർ ദാൻ 5000 years. ആ, അതെ അതെ. പറഞ്ഞു പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു.
അപ്പോൾ ടിപ്പുവിൻ്റെ ആക്രമണകാലത്ത് ഇത് ക്ഷേത്രം കംപ്ലീറ്റ് മണ്ണ് കൊണ്ടൊന്ന് മൂടിപ്പെട്ട് ക്ഷേത്രം മുഴുവൻ നശിപ്പിച്ചിട്ട് മണ്ണ് കൊണ്ട് മൂടപ്പെട്ടു. ഗർഭഗൃഹം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ബാക്കി എല്ലാ ഭാഗവും നശിച്ചു. അപ്പോൾ നമ്മൾ റിനോവേഷൻ ടൈമിൽ നമുക്ക് ഒരുപാട് പീരങ്കി ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം കണ്ണൂർ തളാപ്പിലുള്ള ഒരു ശേഷയ്യർ എന്ന് പറഞ്ഞ ആളെ നേതൃത്വത്തിൽ ഫസ്റ്റ് ടൈം ഇവിടെ റിനോവേഷൻ നടന്നു. അതായത് ഇപ്പം ഇത് ടിപ്പു ആക്രമണത്തിൽ കംപ്ലീറ്റ് നശിപ്പിച്ച അല്ലേ? ആദ്യം ക്ഷേത്രത്തിൽ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ മേലെ നിന്ന് അവർ അന്നത്തെ കമ്മിറ്റി ശേഷയ്യർ നേതൃത്വത്തിൽ അന്നത്തെ കമ്മിറ്റി അങ്ങനെയുള്ള കമ്മിറ്റിക്കാർ നേതൃത്വത്തിലാണ് ഫസ്റ്റ് ടൈം ശ്രീകോവിൽ മാത്രമേ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഒരു റിനോവേഷൻ വേണമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായി. നമ്മളെടുത്ത സ്ഥിരം ഭക്തന്മാർ അങ്ങനെ 1998 നമ്മൾ ഒരു പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അത് വിശ്വസിക്കുന്ന ജ്യോതിഷരത്നം എനിക്കറിയാം അയാളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നമ്മളിവിടെ ഒരു സ്വർണ്ണപ്രശ്നം വെക്കുകയും അതിൻ്റെ കണ്ടെത്തലിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ബാക്കി ചെയ്തിട്ട് പുനരുദ്ധാരണം ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 5 വർഷമാണല്ലോ അല്ലേ? ശരിക്കും നമ്മളെ ഭഗവാന്റെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ചൊവ്വാമ്പലത്തിൻ്റെ ഒരു കാലപ്പഴക്കം എത്ര കാലം പറയും? 5000 വർഷത്തിന് മേലെയായി. ഏകദേശം കണക്ക് അതിലും മേലുണ്ടാവാന്നാണ്. ഇവിടുത്തെ പ്രധാന ദൈവം എന്ന് പറയുന്നത് പരമശിവന്റെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ മഹാവിഷ്ണുവും ശിവനും ഇതിലായിരിക്കും തുല്യ പ്രാധാന്യത്തിൽ അറിയപ്പെടുന്നു. നിങ്ങളെ കുട്ടിക്കാലത്ത് മഹാദേവൻ മാത്രമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ? മഹാവിഷ്ണു ഉണ്ടായിരുന്നു. പക്ഷെ മഹാവിഷ്ണു അന്ന് അകത്ത് ഉപദേവനായി സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഉപദേവനായിട്ട് അങ്ങനെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പാടില്ല. ബ്രഹ്മാവും വിഷ്ണു ഒരേ തുല്യ പ്രാധാന്യമുള്ളതുകൊണ്ട് അതിനെപ്പറ്റി അറിയാതുകൊണ്ട് ചെയ്തു. അപ്പോൾ അതിന്റെ വൈവിധ്യത്തെ മനസ്സിലാക്കിയിട്ട് പ്രശ്നത്തിൽ കണ്ടിട്ടാണ് നമ്മളങ്ങനെ പ്രധാനമായിട്ട് പുറത്ത് ഓരോ സ്ഥാനം കെട്ടിയിട്ട് പ്രതിഷ്ഠ നടത്തുന്നത്. ഇത് പിന്നെ ദേവസ്വമാണോ? മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ. അതെ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ. പിന്നെ ഇവിടെ എത്ര നാട്ടുകാരുടെ പബ്ലിക് ഡൊണേഷനിൽ കൂടിയിട്ടും പിന്നെ മൂവാറ്റുപാല ആക്സോളം നമ്മളിത് പിന്നെ മലബാർ ദേവസ്വം തന്നിരിക്കുന്നു അങ്ങനെ വിഹിതം. ബാക്കി മുഴുവൻ നമ്മൾ മനഃപൂർവ്വം ഏകദേശം 4 കോടി ഉൾപ്പെടെ നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഈ ദേവൻ്റെ പേര് പറഞ്ഞ് നമ്മൾ അവരെ സമീപിച്ചാലുണ്ട്. അതെ, ഒരു 50,000 കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരില്ലെങ്കിലും അവർ കഴിവില്ലെങ്കിൽ അവരുണ്ടാക്കി തരും. ഇവിടുത്തെ ചൈതന്യത്തിന്റെ പവർ അത്. അതെ, ഇവിടുത്തെ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഒരാൾക്ക് തരണം തോന്നുന്നത്. നമ്മളൊരു പിരിവിന് ഒരാളെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മളെക്കാട്ടി മുന്നിലാണ് ദേവനെ എത്തിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ 10,000 ചോദിക്കാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് 1,00,000 കഴിക്കും തരുന്നുണ്ടാവും. അതെ, അതാണ്. അല്ല, അത് അദ്ദേഹം തന്നെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ആവണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെ മുമ്പിട്ട് എന്തോ ഒരു യാഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, കോടിയാർച്ചനയിൽ ഞാൻ വന്നിട്ടുണ്ട്. അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇവിടെ എത്ര ദേവനുള്ളത്? പ്രധാനപ്പെട്ടത് ശിവനും മഹാവിഷ്ണു. ഉള്ളിൽ വേറെ എന്തെങ്കിലും? ഉള്ളിൽ ഗണപതി കണ്ണുമർസിന്റെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അവിടെ ഉള്ളിൽ. അല്ല, ഉള്ളിലാണ് ഗണപതിന്റെ സൈഡിലായിട്ട്. പിന്നെ കന്നിമൂല ഗണപതി, പിന്നെ ദേവി സങ്കല്പമുണ്ട് ഉള്ളിൽ. ദേവിയുണ്ട്. ദേവി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാലും ഭയങ്കര അത്യന്ത ചൈതന്യമുള്ളതാണ്. ശരിക്കും ഈ ദേവി ക്ഷേത്രം മുമ്പേ കുടികൊണ്ടത് അവിടെ വാട്ടർ ടാങ്ക് അവിടെയാണുണ്ടായത് അല്ലേ? ചൊവ്വ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ദേവീനെ സങ്കല്പിച്ചുള്ള നാമത്തോടു കൂടിയാണ് ചൊവ്വ തന്നെ പേര് വരാൻ. ഈ ചൊവ്വ എന്നുള്ള സ്ഥാനത്തിന് പേര് വരാൻ എന്താ കാരണം? നമ്മൾ ദേവി ചൈതന്യം. അതെ, നമ്മൾ ഈ ചൊവ്വാഗ്രഹങ്ങളൊക്കെ കേട്ടില്ല. അപ്പം കണ്ണൂരിൽ ചൊവ്വയുണ്ട് എന്ന് പറഞ്ഞ ഞാൻ എന്തോ ഒരു വാർത്ത കേട്ടില്ല. ദേവിയുടെ നാമത്തോടു കൂടി സങ്കല്പിച്ചിട്ടാണ് അങ്ങനെ പേര് വരുന്നത് അല്ലേ? പിന്നെ രണ്ടാമത് വേറെ ഏതാ ദേവതയില്ലേ? പിന്നെ അയ്യപ്പനുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്, യോഗീശ്വരനുണ്ട്. യോഗീശ്വര സ്ഥാനം പണ്ട് മുതലേ ശിവനെ ആരാധിച്ചുകൊണ്ടിരുന്ന യോഗീശ്വരൻ. അത്രയും ഉണ്ടല്ലേ? യോഗീശ്വരന് അവിടെ തന്നെ പ്രത്യേക സ്ഥാനം കൊടുത്തു. പിന്നെ നാഗസ്ഥാനം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിട്ടില്ല. അതൊരു ഭക്തൻ ഒരു നാഗത്തിന്റെ വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ച ഒരു അടിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഭക്തനൊക്കാന്ന് അറിയില്ല. അതെടുത്ത് മാറ്റി സ്വർണ്ണ പ്രശ്നം
അത് അവിടെ മുമ്പിട്ട് ഞാൻ വന്നപ്പോൾ കണ്ട പോലെ തോന്നുന്നു. അതെ അതെ അതെ. അതൊക്കെ ഈ പരപ്പനങ്ങാടിന്റെ സ്വർണ്ണപ്രശ്നത്തിലാണ് എല്ലാം ആവശ്യമുള്ളത് മാത്രം വെച്ചു. ആ പിന്നെ രണ്ടാമത് ഇവിടെ ഏതെല്ലാം സമയത്താണ് നട തുറക്കുന്നത്? രാവിലെ 5:30 മണി മുതൽ 12 മണി വരെ. 12 മണി വരെ. ഉച്ചക്ക് 12. രാവിലെ 6:45 ഉച്ചപൂജ, 10 മണിക്ക് ഉച്ചപൂജ, പിന്നെ പന്തീരടി പൂജ, പിന്നെ 12 മണിക്ക് നടയാടും. പിന്നെ അതുപോലെ വൈകുന്നേരം 5:30 മണിക്ക് ഒന്ന് 8 മണി വരെ. 8 മണി വരെ. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് കല്യാണം കഴിയാതെ പെൺകുട്ടികൾക്ക് ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതെ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളം. അത് മാത്രമല്ല, നമ്മളെല്ലാം പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ തന്നെ ഈ എന്ത് വിഷമവും നമ്മൾ മറികടക്കാൻ പറ്റിയ എന്ത് വലിയ വിഷമമുണ്ടെങ്കിലും നമ്മൾ ആ ദേവന്റെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ സാധിക്കും, പരിഹാരം ഉണ്ടാവുന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. നമ്മളെ പേഴ്സണൽ അനുഭവത്തിൽ പോകുമ്പോൾ തന്നെ അതിനൊന്നും ഒരു വഴി നമ്മളെ മുമ്പിൽ കാണും. അദ്ദേഹം ആക്കി വെച്ചു ഇങ്ങോട്ട് പോകണ ഏത് വഴിക്ക് നീങ്ങണം നമ്മളറിയാണ്ട് നമുക്കത് ദേവനോടുള്ള അറ്റാച്ച്മെന്റ് ആടിയാണ്. അതെ അതെ. എന്താ വെച്ചാൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്. കാരണം നമുക്ക് ഇത്രയും വർഷം ഒരു വിഷമം ഉണ്ടായിട്ടില്ല. നമുക്കൊരു വിഷം വരുമ്പോൾ ഭഗവാൻ അതിനൊരു പ്രതിവിധിയും കൂടി കണ്ടിട്ടാണ് വിഷമം ഉണ്ടാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ അർപ്പണഭാവമുള്ളതുകൊണ്ടാണ് അല്ലേ? ആ സേവനം, മനസ്സറിഞ്ഞുള്ള സേവനം കൊണ്ടാണ്. പിന്നെ രണ്ടാമത് ഇവിടെ അന്നദാനം ഉണ്ടോ? വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ ഏറ്റങ്ങളും പൂജകൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള ദിവസം കൊടുക്കണമല്ല. വൈകിട്ട് എത്ര മണിക്കാണ് നട തുറക്കുന്നു പറഞ്ഞാൽ? 5 മണി 5:30 മുതൽ 8 മണി വരെ. രാത്രി 8 മണി വരെ. 8 മണിക്ക് പിന്നെ അത്താഴ പൂജ കഴിഞ്ഞ് ശിവേലി കഴിഞ്ഞിട്ട് നടക്കും. അതെ അതെ. ഇവിടെ നിത്യ അന്നദാനം ഇല്ല അല്ലേ? വരുമോ ഇവിടെ? ഭഗവാൻ അതിനുള്ള വഴി ഉണ്ടാക്കി തന്നതുകൊണ്ട് അതിനുള്ള എല്ലാ മണ്ഡപം തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ ഭഗവാൻ നിത്യ അന്നദാനം കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു ഭക്തനും കൂടി എത്തിക്കണം. കാരണം ഭഗവാന്റെ നടയുന്ന ഒരു പിടി പ്രസാദം കിട്ടുക വെച്ചാൽ അത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ? അപ്പം അതെ, സരസ്വതി മണ്ഡപം അതൊരു ഭക്തൻ കിട്ടിയത്. ആ ഇത് അല്ലേ? ഇവിടെ നമ്മൾ സൗജന്യമായിട്ട് കുട്ടികളെല്ലാം നമ്മൾ പിന്നെ സംഗീതം, ചിത്രകല ഇതൊക്കെ പഠിക്കും. കൊറോണ കാലത്ത് ഇവിടെ എന്തുണ്ടായിരുന്നു? വളരെ വിഷമമുണ്ടായിരുന്നു. അല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെയല്ല, നട പൂട്ടിയിട്ട് അല്ലേ? അപ്പോൾ പക്ഷെ നിത്യപൂജ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ ഉള്ളിൽ. അത് മുടങ്ങിയിട്ടില്ലല്ലോ. അതെ അതെ. പിന്നെ നമ്മുടെ ആദ്യകാല നമ്പൂരി പിന്നെ ഇവിടെ മഹേശ്വരൻ നമ്പൂരി എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പള്ളി. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്വർണ്ണപ്രശ്നം കണ്ട് ഇങ്ങനെ ഇത് പെരണനല്ലൂർ സമ്പ്രദായം കണ്ടിട്ട് അങ്ങനെ അതെ 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 പെരണനല്ലൂർ കൽപ്പനാപുരമുണ്ട് നമ്പൂരി പോയിടാണ് ആളെ കണ്ടെത്തി. പിന്നെ അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് ഏതാ? ജലധാരിയാണോ അല്ലെങ്കിൽ ഇവിടെ അപ്പുറം കാളീൻ്റെ ഒരു ഇത് കണ്ടു, ഭദ്രകാളിൻ്റെ അവിടെ കൗള സമ്പ്രദായമാണോ അറിയോ? അതന്നെ വൈദ്യമാർഗം തന്നെ ആയിരിക്കും അല്ലേ? അത് ഉത്തമ മാർഗം എന്ന് പറയും. അപ്പം അതെ അതെ, ഗുരുസി ഉണ്ടാവും അല്ലേ? പിന്നെ ഇവിടുത്തെ ഉത്സവം ഏത് മാസം പറയുന്നത്? മെയ് മാസമാണ്. എത്ര ദിവസത്തെ ഉത്സവം? 5 ഉത്സവം. ആനയുണ്ടാവും? എത്ര ആന? ഒരു ആനയുണ്ടാവും അല്ലേ? ആന നിങ്ങൾ ഇവിടുത്തെ ആനയാണോ അല്ല? നമ്മളധികം ഗുരുവായൂരാണല്ലോ, പ്രൈവറ്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇവിടെ തളപ്പമ്പലത്തിലെ പ്രസാദന ഒരു വർഷം വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. പിന്നെ കാഞ്ഞങ്ങാടുള്ള ഒരു മുസ്ലിമിന്റെ ആനയാണ്. അതെ അല്ലേ? അതെ. ഗുരുവായൂരുള്ള ആനക്ക് ഒരുപാട് നിബന്ധനകൾ ഭയങ്കര. അതെ അതെ അതെ. അവിടെ ഇതിൻ്റെ പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നിങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞ വിഷമമില്ലല്ലോ. എന്താണ് ശരിയായ ഐതിഹ്യത്തെ പറ്റിയിട്ട് എന്താ പറയുന്നത്? അതായത് കണ്ണുമഹർഷി പ്രാണപ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ഇവിടെ സങ്കല്പം. ഇവിടെ പിന്നെ കണ്ണോത്തൻ ചാലെന്ന് കേട്ടിട്ടുണ്ട്. അതെ, കണ്ണുമഹർഷി ഓത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. കണ്ണുമഹർഷി ഓത്ത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് കണ്ണോത്തും ചാൽ. അതെ, അത് എന്ന് വെച്ചാല് നമ്മളെ കണ്ണൂർ ജനിച്ചവർക്ക് പോലും അറിയില്ല. അതായത് നമ്മൾ ഈ കണ്ണൂർ, ഈ മുണ്ടയാട്, ഈ ഏരിയ മുഴുവനുണ്ട്. അതെ അതെ. ഒരുപാട് ഗുഹകളും ഒരുപാട് അതെ അതെ ഋഷീശ്വരന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഇപ്പം വിശ്വസിക്കും. ഇപ്പോൾ ഉണ്ട്. ഈ വിഷ്ണു ക്ഷേത്രത്തിന് മുമ്പിൽ യോഗീശ്വരന്റെ മുമ്പിൽ വലിയൊരു കുളമുണ്ട്. കുളത്തിന്റെ അകത്തൊരു കിണറുണ്ട്. ഈ കിണറിന്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ ഗുഹയായിരുന്നു. ഈ ഗുഹയിലെ കൂടി പോയിട്ടാകുമ്പോൾ ഇതിന്റെ അപ്പുറം റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ അകത്തേക്ക് എത്തും. അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ പണ്ട് ടിപ്പുവിന്റെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ദേവനുണ്ടാക്കി ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുള്ള ഈ കുളത്തിന്റെ അകത്ത് കിണറിനകത്ത് കൊണ്ടിട്ടുണ്ട്. ഇട്ടിട്ടിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടി ഗുഹയിലെ കൂടി പോയി അപ്പുറം കിടക്കും. അങ്ങനെ ഇന്നും ആ കിണറിന്റെ അകത്ത് ഒരുപാട് സ്വർണ്ണ കിണർ വരുന്നത് അതേ യോഗീശ്വര സ്ഥാനത്തിന് നേരെ മുമ്പിലേക്ക് കാണാൻ പറ്റും.
ഇല്ലില്ല, കുളം മൂടിപ്പോയി. ഞാനും ഇയാൾ കുളത്തിനകത്ത് ഇറങ്ങിയിട്ട് കുളത്തിന്റെ റിനോവേഷന് വേണ്ടി എല്ലാം കണ്ട് ഗുഹയെല്ലാം കണ്ട് ഗുഹയിലെ കൂടി എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ഒരിക്കൽ അവിടെ ഈ വിഷ്ണു പ്രതിഷ്ഠക്ക് സമയത്ത് ഇതിന് റിനോവേഷൻ മുമ്പേ നമ്മൾ ആദ്യം ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മളൊരു സോമപ്പണിക്കർ കോഴിക്കോട് അന്നൊരു തന്ത്രി നമ്മൾ മഹേശ്വര നമ്പൂരി സണ്ണിലോ ഒരു പാരിശ്ശേരി ശങ്കര നമ്പൂരിപ്പാടാണ് പിന്നെ ഇവിടുത്തെ മുഖ്യ കാർമ്മികത ചെയ്തത്. അപ്പം അയാളുടെ കറുപ്പിൽ നമ്മൾ അവിടെയുള്ള വലിയൊരു വിശ്വവിഖ്യാതനായ ഒരു ജ്യോത്സ്യരുണ്ടാവും, സോമപ്പണിക്കർ. അയാൾ ഈ ക്ഷേത്രം കണ്ടില്ലെങ്കിൽ കൊണ്ടല്ലോ ആള് പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ആരൂടെ ക്ഷേത്രക്കുളമുണ്ടല്ലോ അവിടെ, ക്ഷേത്രക്കുളം ദേവനും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ്. അത് ദേവന് കൊണ്ട് എങ്ങനെ പുലർത്തി കൊടുക്കണം നമ്മളെ മനസ്സിലാക്കി. പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോൾ ആ കുളത്തിൽ നിധിയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും 2-3 തവണ ഇവിടെയുള്ള ഇതിന് മുമ്പുണ്ടായിരുന്ന കമ്മിറ്റിക്കാർ എടുക്കാൻ വേണ്ടി കുളം കുഴിച്ച് അടിയിലെത്തി. ഇന്ന് കുഴിച്ച് നാളെ കിട്ടും എന്നുള്ളൊരു ഘട്ടം അതൊന്നും കിട്ടില്ല. അതെല്ലാം തലേന്ന് ഭയങ്കര ഒരു ഇടിയും മഴയും വന്നിട്ട് കംപ്ലീറ്റ് മഴ പെയ്ത് വെള്ളം കംപ്ലീറ്റ് മൂടപ്പെട്ടു. രണ്ടാമത്തെ ഒരു തവണ അതേപോലെ തന്നെ ആവർത്തിക്കപ്പെട്ടിട്ടും അത് എടുക്കാൻ പറ്റിയില്ല. ഇന്നും എടുക്കാൻ പറ്റിയില്ല. അത് എടുക്കാനായിട്ട് ഒരാൾ വരും സമയം. ക്ഷേത്രക്കുളം വീണ്ടെടുക്കാനായിട്ട് നമ്മള് ഒരുപാട് ശരിക്കും പേപ്പറിലും വെള്ളപാത്രങ്ങളിലും ന്യൂസിലും എല്ലാം നമ്മളത് പബ്ലിഷ് ചെയ്ത്. പക്ഷെ കുളത്തും നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നോ? പഴയ സാമഗ്രികൾ പല നമ്മളെ കയ്യിലുള്ളത് അത് PhD കൈമില് പിന്നെ PhD അത് അവരെ ഓഫീസ് ഫോർമാലിറ്റിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ കംപ്ലീറ്റ് റെക്കോർഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ PhD പിന്നെ രേഖാമൂലം ട്രാൻസാക്ഷൻ അല്ല അതിൻ്റെ അവരെ ലാൻഡ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് റെക്കോർഡിക്കൽ കറക്റ്റ് ചെയ്യും. അതൊരു അന്നത്തെ ഒരു 26,000 കാറ്റും പൈസ കൊടുത്തിട്ട് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അവരത് ഉപയോഗിച്ചില്ല. ചിലപ്പോൾ ഒരു ദൈവാനുഭവത്തായിരിക്കും. അപ്പോൾ ഉപയോഗിക്കാതെ കൊണ്ട് പിന്നെ അവർ പറഞ്ഞ് നമുക്കത് ഹോൾഡ് ചെയ്ത് കാര്യമില്ല. അത് പിന്നെ അങ്ങനെ നമ്മൾ അവരെ സമീപിച്ചിട്ട് അങ്ങനെ PhD സമീപിച്ച് ഈ ഓവർസിയർ മുതൽ സമീപിച്ച് AE AXE ചീഫ് എഞ്ചിനീയർ അതിനെ മറ്റേ ഡയറക്ടർ എല്ലാം എത്തി. ഗവൺമെൻറ് ശരിക്ക് ഇവിടുന്ന് ആരെങ്കിലും ഇപ്പോൾ ഉള്ള കമ്മിറ്റിയെല്ലാം സമീപിക്കുന്നതാണെങ്കിൽ ഗവൺമെൻറ് ₹1 വേതനം കണക്കാക്കിയിട്ട് ക്ഷേത്രത്തിൽ വിട്ടുകൊടുക്കും. പക്ഷെ അത് കളക്ടർ എടുക്കാൻ വന്നിട്ട് ടേബിൾ കളഞ്ഞാൽ 2 കൊല്ലമായിട്ട് അനങ്ങുന്നില്ല. കൊടുക്കാന്ന് പറ്റും, ക്ഷേത്രത്തിന് കൊടുക്കാന്ന് പറ്റും. അപ്പോൾ കളക്ടർ എടുക്കുമെന്ന് പിന്നെ വില്ലേജ് ഓഫീസർക്ക് അവർ പിന്നെ റിക്വസ്റ്റ് ചെയ്ത് അവിടുത്തെ വാല്യുവേഷൻ എടുക്ക്. അതായത് ഇതിന് ക്ഷേത്രത്തിന് കുളത്തിന് വില കെട്ടാനായി അവിടുത്തെ ഒരു 5 ഡോക്യുമെന്റ് അടുത്ത് നടന്ന ഏറ്റവും വലിയ ഡോക്യുമെന്റ് വില എടുക്ക്. അവർ എടുക്കാനും അവർക്ക് ഈ ജോലിയും പെൻഷനും പേടിച്ചിട്ട് അവരെടുക്കാനും പഠിക്കാം. പ്രശ്നം വരണതില്ല, അവരെ കൊടുക്കുന്നുമില്ല. അപ്പോൾ ശരിക്ക് ഡെപ്യൂട്ടി കളക്ടർ ടേബിളിൽ ഇപ്പം കിടക്കുന്നുണ്ട്. ശരിക്കും എളുപ്പത്തിൽ കിട്ടാവുന്ന വഴിയാണ് ഇപ്പോഴുള്ള കമ്മിറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടോ? കുളത്തിന്റെ നോക്കുന്നതിന് എന്തെങ്കിലും തടസ്സവും വിഷമമൊന്നും ഉണ്ടോ? അത് അവരെ ഓണർഷിപ്പ് പോലെയല്ലേ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഉള്ളത് അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ കൊടുക്കാൻ തയ്യാറാണ്. അവർ പറഞ്ഞേ ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ തരാൻ തയ്യാറാണ്. പക്ഷെ അവർ അന്നത്തെ 26,000 കൊടുത്തെങ്കിൽ അവർക്കും ഫോർമാലിറ്റി ഇല്ല. ഫോർമാലിറ്റീസ്. അപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ ചിലപ്പോൾ ₹1 വില കെട്ടിട്ട് കൊടുക്കാനുള്ളൂ, വിട്ടു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതിന് വലിയ മെനക്കാരൻ ആളില്ല. അപ്പോഴേക്കും ചിലപ്പം ഭഗവാൻ തന്നെ ചിലപ്പം അതിനൊക്കെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടാവും. നിയോഗിച്ചതിന്റെ ശരിക്കും പേപ്പർ വർക്കിൽ പിന്നെ കൊടുക്കാൻ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് കോപ്പി ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ തടസ്സം എന്താ? ഇപ്പോഴേ അതിനെ സമീപിക്കണോ? അതെ, ആ പോകാനുള്ള ഒരു പ്രശ്നമല്ല. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി നമ്മളെ രണ്ടാളും പേര് പറയാം. എന്താ പേര്? എൻ്റെ പേര് MK ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ഇതിന്റെ അല്ലേ ആയിരുന്നു. നിങ്ങളുടെ ഒരു ഫൽഗുനൻ കേശറായിരുന്നു. ഇപ്പം ഏതാ കമ്മിറ്റി ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റി ഇപ്പം നിലവിലുണ്ട്. എത്ര പേരുണ്ട് കമ്മിറ്റിയിൽ? മെമ്പർമാർ 40 ഉണ്ടോ അല്ലേ? അവരാണോ ഇവിടുത്തെ ഉത്സവ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ഇവിടെ വേറെ വിശേഷാൽ പൂജയൊന്നുമില്ലല്ലോ. ഇവിടെ നിങ്ങൾ വിഷ്ണുവിന് ഒരു മൂർത്തികളുണ്ടല്ലോ, അവർക്കെല്ലാം വേറെ ഉത്സവമുണ്ടോ? അല്ല, പൂജയല്ല, ഉത്സവമുണ്ടോ? ഉത്സവം ഒറ്റ ഒരു തവണയുള്ളൂ അല്ലേ? ഒരു അല്ലേ? അന്നത്തെ ദിവസം അന്നദാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിശേഷ ദിവസങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? ഇവിടെ നൃത്തം കുട്ടികൾക്ക് സൗജന്യമായിട്ട് നൃത്തം പഠിപ്പിക്കും, സംഗീതം പഠിപ്പിക്കുന്നത്, മൃദംഗ, തബല ഇതെല്ലാം പഠിപ്പിക്കും, സൗജന്യമായിട്ട് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് സരസ്വതി മണ്ഡപം അല്ലേ? അതെ, ഇതാണ്. അതെ, ഭക്തൻ എന്താ പേരറിയാം? PK എവിടെ സ്ഥലം?
അടുത്ത കാഴ്ച കാണും വരെ സ്നേഹപൂർവം ആചാര്യൻ. അടുത്ത കാഴ്ച കണ്ണൂർ ജില്ലയിലെ വളവട്ടണം എന്ന ദേശത്തുള്ള കളരിവാതിക്കൽ ഭഗവതിയെ നമുക്ക് കാണാം. അതീവ ശക്തിയുള്ള ഭഗവതിയാണ് അവിടെ കുടിയിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ച അടുത്ത വീഡിയോ